ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു പുതിയ സ്ട്രാറ്റജിയാണ്. ഇവിടെ ഹെഡ്ജിങ് ആവശ്യമില്ല, സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ ആവശ്യമില്ല, ഇൻഡിക്കേറ്റേഴ്സും ആവശ്യമില്ല. ഒരു ETF ട്രേഡിംഗ്. ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നും 12% താഴെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സ് നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾ ടൈം ഹൈയിൽ പോലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണിത്. 5 ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റം, ട്രേഡിംഗ് കം ഇൻവെസ്റ്റിംഗ് സിസ്റ്റമാണ് ഇവിടെ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. 3% താഴുമ്പോൾ, ഓൾ ടൈം ഹൈയിൽ നിഫ്റ്റി നിൽക്കുമ്പോൾ പോലും നമ്മളൊരു പൊസിഷൻ എടുക്കുന്നു. അവിടുന്ന് വീണ്ടും 3% താഴേക്ക് വന്നാൽ വീണ്ടും ഒരു പൊസിഷൻ എടുക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് വേണ്ട, ഹെഡ്ജിങ് വേണ്ട, സ്റ്റോപ്പ് ലോസ് ആവശ്യമില്ല, ഒരു ഗസ് വർക്കുമില്ല. ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിചയപ്പെടാം. 5 ലക്ഷം രൂപയുടെ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് 5,000 ആണ്. വാങ്ങുന്നത് നിഫ്റ്റി 50 ETF ആണ്. ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ബീസ് നമുക്കൊന്ന് നോക്കാം. നിഫ്റ്റി ബീസ് നിഫ്റ്റി 50യുടെ ഡെറിവേറ്റീവ് ആണ്. സ്റ്റോക്ക് പോലെ ട്രേഡ് ചെയ്യപ്പെടുന്ന ഐറ്റമാണ്. നിഫ്റ്റി 50 മൂവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ മൂവ്മെന്റ്. ഓൾ ടൈം ഹൈയിൽ പോയിട്ട് നിഫ്റ്റി വന്നതുകൊണ്ട് തന്നെ 12%-ലധികം താഴേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഓൾ ടൈം ഹൈയിലാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്നത്, ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ 5,000 റുപ്പീസിന് നിഫ്റ്റി ബീസ് വാങ്ങുക. 17 യൂണിറ്റ് കിട്ടും. 17 യൂണിറ്റ് വാങ്ങുമ്പോൾ 4,964 രൂപയാവും. അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ. നമുക്ക് ആവറേജ് പ്രൈസ് കിട്ടിയത് 292 ആണ്. അതായത് ഓൾ ടൈം ഹൈയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെന്ന് സങ്കല്പിക്കുക. സപ്പോസ് ഇതാണ് മാക്സിമം നമുക്ക് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ളത് ഓൾ ടൈം ഹൈയിൽ വാങ്ങുമ്പോഴാണല്ലോ. നമ്മളിവിടെ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്റ്റോക്ക് താഴേക്ക് വന്നു, അല്ലാതെ ETF താഴേക്ക് വന്നു 3%. അതായത് 283.24 ആയപ്പോൾ നമ്മൾ വീണ്ടും 5,000 വാങ്ങി. 17 യൂണിറ്റ് ആണ് അപ്പോഴും കിട്ടിയത്. പക്ഷേ നമുക്ക് 4,815 രൂപയായി. അതും ആദ്യം ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് കൂട്ടി നമുക്ക് 9,779 ആയിട്ടുണ്ട്. ആവറേജ് പ്രൈസ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്, കഴിഞ്ഞതും ഇപ്പോഴത്തെ എല്ലാം കൂടെ ചേർത്തുള്ള ആവറേജ് പ്രൈസ് 287.69 ആണ്. വീണ്ടും നിഫ്റ്റി താഴേക്ക് വന്നു, അതുപോലെ തന്നെ ETF താഴേക്ക് വന്നു. നിഫ്റ്റി ബീസ് 274.74 നമ്മൾ 5,000 രൂപയുടെ വാങ്ങി. 3 പ്രാവശ്യം അടുപ്പിച്ച് 5,000 രൂപയുടെ വാങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം നമുക്ക് 18 യൂണിറ്റ് കിട്ടി. അതിന് ചിലവായത് 4,945 രൂപ. ടോട്ടൽ നമ്മൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത പണം 14,724. ആവറേജ് പ്രൈസ് 283. പക്ഷെ വീണ്ടും നിഫ്റ്റി താഴേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും 3% പോയപ്പോൾ 10,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയി. നമ്മൾ കൂടുതൽ, അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഡബിൾ ചെയ്തു. 5,000 വെച്ച് ചെയ്തുകൊണ്ടിരുന്നതിന് പകരം 10,000 വെച്ച് ചെയ്തു തുടങ്ങി. അപ്പോൾ നമുക്ക് 37 യൂണിറ്റ് കിട്ടി. 37 യൂണിറ്റ് കിട്ടിയത് 266.5 മൊത്തം. അതിന് ചിലവായത് 9,860 രൂപ ചിലവായി. ഇതുവരെ ചിലവായത് 24,584 രൂപ ചിലവായിട്ടുണ്ട്. ഇതുവരെയുള്ള ആവറേജ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 276.59 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രൈസ്. അങ്ങനെ 10 രൂപ വെച്ച് വീണ്ടും അടുത്ത പ്രാവശ്യം 3% തന്നപ്പോൾ വീണ്ടും 3% തന്നപ്പോൾ 10 രൂപ വെച്ച് വീണ്ടും 2 പ്രാവശ്യം കൂടി ചെയ്തു. പക്ഷേ വീണ്ടും നിഫ്റ്റി താഴേക്കാണ് പോയത്. അവിടെ നമ്മൾ ചെയ്തത് ഇത് പോയിട്ടില്ല. നമ്മളിത് എക്സാമ്പിളാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ 12 സംതിങ് വരെ വന്നു, 12 പോയിന്റ് സംതിങ് വന്നിട്ടുള്ളൂ. അതായത് 14% വരെ താഴെ പോയിട്ടില്ല ഓൾ ടൈം ഹൈയിൽ നിന്ന്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസത്തിൽ ഇനി പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പോയാലും ഇല്ലെങ്കിലും നമുക്ക് വിഷയമല്ല. കാരണം പോയാൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങുന്നുണ്ട്. അങ്ങനെ പോയാലുള്ള കാര്യമാണ് ഇവിടുന്ന് താഴേക്ക് പറയുന്നത്. 3% വെച്ച് വീണ്ടും താഴേക്ക് പോയാൽ 10,000 ഒരു ഡോസ് കൂടെ നമ്മൾ കൊടുക്കും. അതിനുശേഷം പിന്നെ കൊടുക്കുന്നത് 20,000 3 ഡോസാണ്. ഓരോ ഫർദർ 3%. അങ്ങനെ 3% വെച്ച് വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ 20,000 വെച്ച് 3 കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്നത് 40,000 3 ഇൻസ്റ്റാൾമെന്റ് ആണ്. 40,000 3 ഡോസ് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും 28.47 അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് ഡ്രോപ്പാണ് അവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ വന്നാൽ
അപ്പൊ നമുക്ക് വീണ്ടും 40ന്റെ നേരെ ഇരട്ടി 80ആണ്. 80 വെച്ച് 3 പ്രാവശ്യം കൊടുക്കാൻ പറ്റും. പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പിന്നീട് കൊടുക്കാൻ പണമില്ല. കാരണം ഓവറെ നമ്മൾ 5 ലക്ഷം രൂപയാണ് ഇതിനായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ. 5ൽ കൂടുതൽ നമ്മൾ കൊടുക്കുന്നില്ല. 5 ലക്ഷം രൂപയുടെ ക്യാപിറ്റലാണ് ഇവിടെ ഞാൻ ഈ എക്സാമ്പിളിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് എമൗണ്ട് ഉള്ളത് 1,16,000 രൂപയാണ്. അത് കൊടുത്തിട്ട് 190 വരെ പോയപ്പോൾ, അതായത് 34%, 35%-നടുത്ത് താഴെ പോകുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഫുള്ള് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. മൊത്തം നമുക്ക് കിട്ടിയത് യൂണിറ്റുകൾ പല പ്രൈസ് ലെവലിൽ നമുക്ക് കിട്ടിയ മൊത്തം യൂണിറ്റുകൾ നിഫ്റ്റി ബീസിന്റെ 2385 യൂണിറ്റുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആവറേജ് പ്രൈസ് 211 രൂപ 56 പൈസയാണ്. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇത് മുകളിലേക്ക് പോകാൻ. വെയിറ്റ് ചെയ്യുമ്പോൾ മുകളിലെത്തിയാൽ ആവറേജ് പ്രൈസ് ഏറ്റവും ആദ്യം നമ്മൾ 292-ലാണ് ഇത് തുടങ്ങിയത്. 292-ലെത്തിയാൽ പോലും നമുക്ക് 39% നമുക്ക് കിട്ടുന്ന ലാഭം. പക്ഷെ നമ്മൾ അവിടെ വരെ അല്ല, അവിടുന്നും ഒരു 15% മുകളിലേക്ക്, അതായത് 335 രൂപ 80 പൈസ വരെ വെയിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ലാഭം 3 ലക്ഷം രൂപയാണ്. അതായത് 60%, 5 ലക്ഷം രൂപയുടെ ക്യാപിറ്റലാണ്. അതിന്റെ 60% എന്ന് പറയുന്നത് 3,853 രൂപയാണ് നമുക്ക് റിട്ടേൺസ് കിട്ടാൻ ഉള്ള പൊട്ടൻഷ്യൽ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വരുന്ന ഒരു വിഷയം എന്ത് ചെയ്യും? ഇപ്പൊ ഇപ്പൊ നിൽക്കുന്നത് 12% വരെ താഴെ പോയ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അതായത് 258.51, 256 വരെ വന്നിട്ടുണ്ട്. 256 വരെ വന്നപ്പോൾ ഈ പണം ഇന്നാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുന്നതെങ്കിൽ ഒറ്റയടിക്ക് ഒരു 35,000 രൂപയുടെ യൂണിറ്റുകൾ വാങ്ങാവുന്നതേ ഉള്ളൂ. 35,000 രൂപയുടെ യൂണിറ്റുകൾ വാങ്ങുവാണെങ്കിൽ എത്ര യൂണിറ്റ് കിട്ടും? ഡിവൈഡഡ് ബൈ 256.89 എന്ന് പറയുമ്പോൾ 136 യൂണിറ്റുകൾ വാങ്ങാൻ പറ്റും. അതിന് 256.89 ആണ് ആവുക. അതനുസരിച്ച് വീണ്ടും ഫർദർ 3% താഴെ പോകുമ്പോൾ വീണ്ടും പിന്നെ 20,000 വെച്ചോ മറ്റോ അങ്ങനെ ഒരു 3 ഡോസ് വെച്ച് ക്യാപിറ്റൽ ഡബിൾ ചെയ്തുകൊണ്ട് താഴേക്ക് പോകാവുന്നതാണ്. ഈ ഒരു കാൽക്കുലേഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 3% താഴെ പോകുമ്പോൾ അഡീഷണൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ഇത് ഒരു ബുക്കിനകത്ത് എഴുതി വെച്ച് ട്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റിനകത്ത് കമ്പ്യൂട്ടറിൽ ട്രാക്ക് ചെയ്യണം. ഓരോ 4ാമത്തെ ലെവലിലും ക്യാപിറ്റൽ ഡബിൾ ആക്കുകയാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ ചെയ്യുക. പ്രോഫിറ്റബിലിറ്റി നമ്മൾ ചെയ്യേണ്ടത് സ്ക്വയർ ഓഫ് ചെയ്യുകയാണ്. 15% എത്തുമ്പോൾ ഓൾ ടൈം ഹൈ എവിടെയാണോ അവിടെ നിന്ന് വീണ്ടും 15% മുകളിലേക്ക് ETF ഈ നിഫ്റ്റി 50 എത്തുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് സ്ക്വയർ ഓഫ് ചെയ്തിട്ട് വീണ്ടും ആദ്യം മുതൽ ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തുടങ്ങി വെക്കുക. വീണ്ടും താഴേക്ക് പോയാൽ മാത്രമേ നമുക്ക് കൂടുതൽ വാങ്ങേണ്ടി വരുന്നുള്ളൂ. ഈ ഒരു സ്ട്രാറ്റജിയിൽ അങ്ങനെ പോകുന്തോറും 3ാമത്തെ ലെവൽ കഴിയുമ്പോൾ ഡബിൾ ചെയ്ത് വീണ്ടും പോവുക. കാരണം ഇൻഡെക്സ് മുകളിലേക്കും താഴേക്കും പോകാറുണ്ട്, അവസരങ്ങൾ ഇതിനകത്ത് വരാറുണ്ട് ഈ ഒരു സ്ട്രാറ്റജിയിൽ. പക്ഷേ ഇതിനകത്തുള്ള ഒരു വിഷയം, ഈ ഫണ്ട് 5 ലക്ഷം രൂപ നമ്മൾ ഇതിനായിട്ട് വെക്കുമ്പോൾ എവിടെയാണ് ഈ ഫണ്ട് വെക്കുക? അതിനുള്ള ഒരു സൊല്യൂഷൻ, ചില ലിക്വിഡ് ഫണ്ടുകളുണ്ട്. ഇവിടെ ഒരു 6% വരെയൊക്കെ നമുക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന ഫണ്ടുകളാണ്. അവിടെ ഈ ഫണ്ട് പാർക്ക് ചെയ്ത് വെക്കണം. ആവശ്യം വരുന്നതനുസരിച്ച്, നെഫ്റ്റി താഴേക്ക് പോകുന്നതനുസരിച്ച് മാത്രം ഇവിടെ നിന്ന് പണം വിഡ്രോ ചെയ്തിട്ട് ETF വാങ്ങാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഒരു കമ്പൽസറി ആയിട്ടുള്ള ഒരു റിട്ടേൺസ് കിട്ടുകയും ചെയ്യും. അവസരങ്ങൾ വരുമ്പോൾ മാത്രം നിഫ്റ്റി വാങ്ങുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഈ ഫണ്ട് തിരിച്ചുവിടാൻ പറ്റും. ആദിത്യ ബിർള സൺ ലൈഫിന്റെ നമുക്കൊന്ന് നോക്കാം.
ICICI Prudential നോക്കുകയാണ് ഒരു എക്സാമ്പിൾ, മറ്റേ ചാർട്ട് കറക്റ്റായിട്ട് വന്നില്ല. ICICI Prudential 1 ഇയർ നോക്കുമ്പോൾ നമുക്ക് 6.98% കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഡിപ്പുകളില്ല. ആ രീതിയിലാണ് ഈ ഒരു ഫണ്ട് വർക്ക് ചെയ്യുക. ഈ രീതിയിലുള്ള ലിക്വിഡ് ഫണ്ടുകൾ വർക്ക് ചെയ്യുക. ഇവിടെ എവിടെയെങ്കിലും ഫണ്ട് ഒന്നിലധികമോ ഫണ്ടുകളിലായിട്ട് പാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം വരുമ്പോൾ എടുക്കുകയും നിഫ്റ്റി ETF വാങ്ങുവാൻ അത് ഉപയോഗിക്കാനും പറ്റും. അങ്ങനെ നമുക്ക് ആ ഫണ്ട് പാർക്ക് ചെയ്ത് ആവശ്യം വരുമ്പോൾ മാത്രം എടുത്ത് ഉപയോഗിച്ച് ഇങ്ങനെ നല്ലൊരു റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ റിട്ടേൺസ് ഇവിടെ കണ്ടല്ലോ. ഏകദേശം ഇതിനകത്തുള്ള പൊട്ടൻഷ്യൽ നിഫ്റ്റി താഴേക്ക് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ലെവലെന്ന് പറയുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള റിട്ടേൺസ് ആണ്. തിരിച്ചു കയറുമ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ ഉറപ്പാക്കാൻ പറ്റുന്നത്. പിന്നെ തിരിച്ചു കയറുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷയം, അത് തിരിച്ചു കയറും. കാരണം അല്ലെങ്കിൽ ലോകം അവസാനിക്കണം. ഈ കമ്പനികളൊക്കെ തിരിച്ചു വരും. കമ്പനികൾ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും നിഫ്റ്റി ഒരു ഇൻഡെക്സ് ആണ്. അവിടെ കമ്പനികൾ റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. ടോപ്പ് പെർഫോമേഴ്സ് ആണ് നിഫ്റ്റി 50-യുടെ അവർ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തുക. സോ ഇൻഡെക്സ് തിരിച്ചു കയറും എന്നുള്ള ആശങ്കയുള്ള ആൾക്കാർ ഇതിനകത്തെങ്കിലും തൊടാതിരിക്കുന്നതാണ് നല്ലത്. ഓൾറൈറ്റ്, റിസ്ക് മാനേജ്മെന്റ് ഇവിടെ നടത്തുന്നത് പൊസിഷൻ സൈസിങ്ങിലൂടെയാണ്. അതുകൊണ്ടാണ് ഹെഡ്ജിങ്ങിന്റെ ആവശ്യം ഇല്ലാതെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാത്തത്. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമുക്ക് യാതൊരു ഗുണമില്ലാത്ത ഐറ്റംസ് ആണ് ഇങ്ങനെയുള്ള സ്ട്രാറ്റജികളിൽ. മാർക്കറ്റിലെ വൊളാറ്റിലിറ്റിയുടെ ആനുകൂല്യമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. മാർക്കറ്റ് താഴേക്ക് പോകുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അവസരം നമുക്ക് ലഭിക്കുന്നത്. Any questions, please ask. Thank you for watching. Happy investing.